ഹായ്, അങ്ങനെ ജമ്മു കാശ്മീരിലെത്തി. ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് വന്നത്. ഞങ്ങൾ വന്ന ട്രെയിന് ഞങ്ങളുടെ പുറകിലുണ്ട്. 3 ദിവസം നീണ്ട യാത്രയായിരുന്നു. ഇത് കുഴപ്പമില്ല, ഈ വണ്ടി വളരെ നല്ല വണ്ടിയാണ്. ഞങ്ങൾ ഒരു തൽക്കാൽ ടിക്കറ്റിനാണ് ടിക്കറ്റ് എടുത്തത്. ഒരുപാട് കാലം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. നമ്മളെ ഈ കേരളത്തിൻ്റെ ജൂഡോ പ്ലെയേഴ്സാണ് ഇവർ. കേരള ടീമിന് വേണ്ടി വരുന്ന കുട്ടികളാണ്. അങ്ങനെ ഞങ്ങളുടെ ബോഗിയിൽ തന്നെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇതൊരു പഴയ ബോഗിയാണ് ഇതിൻ്റെ ഉള്ളത്. പഴയ ബോഗി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ വൃത്തികേടാണ്. വളരെ ഇത് ഏകദേശം 11 സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രെയിന് ഇവിടെ വരുന്നത്. 11 സംസ്ഥാനങ്ങൾ: തമിഴ്നാട്, കേരളം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി, ചണ്ഡീഗഡ്, പഞ്ചാബ്, പിന്നെ ജമ്മു കാശ്മീർ. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ, അതായത് 3.25 മണിക്കൂർ വൈകിട്ടാണ്. ഇത് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ കയറിയത്. തൃശ്ശൂരിൽ നിന്ന് കയറിയപ്പോൾ 3.25 മണിക്കൂറോളം വൈകിയാണ് ഈ വണ്ടി എടുത്തത്. സ്വാഭാവികമായും ഞങ്ങൾ അത്രയും നേരം ലേറ്റായെന്ന് പറയും. ഇവർ ഈരാട്ടുപേറ്റയിൽ നിന്നും വന്ന ഒരു ആളുകളാണ്. ഇതുവരെ ഞങ്ങളുടെ ബോഗിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈരാട്ടുപേറ്റ ആളുകൾ. ഇവരാണ് ആ സ്കൂളിൻ്റെ അധ്യാപകരും ആ സ്കൂൾ ടീമിൻ്റെ ആളുകളാണ്. ഇവർക്ക് ഇവിടെ കാശ്മീരിൽ കോമിറ്റമേഷൻ ഉണ്ട്. ഇവർ കോട്ടക്കെന്ന് വന്ന ആളുകളാണ്. ഒരു പ്ലാനും ഇല്ലാതെ ഇവിടെ എത്തിയ ആൾക്കാരാണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ കേരളത്തിൻ്റെ കുട്ടികൾ. അയ്യോ, അപ്പോൾ നല്ല വിജയിച്ച് വരണം കേട്ടോ. സൂപ്പറാക്കി. ഇവിടെ നിങ്ങളെ ജലീൽ സാർ ഇവിടെ അവരുടെ അധ്യാപകൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് ജലീൽ സാർ. പിന്നെ ഇവരുടെ സംഘാടകർ ഇവരെ കൊണ്ടുപോകാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ജൂഡോ നമ്മളവരെ RDXലുണ്ട് ജൂഡോ അല്ലേ? RDX അതിലില്ലല്ലോ, കരാട്ടെ ഉണ്ടല്ലേ? അയ്യോ, നിങ്ങളെ പേരെന്തേത്? ലിനു. ഓക്കെ. അതൊക്കെ നമ്മളെ ഇവിടുത്തെ മലയാളി ആളുകളാണ്, ഇവിടുന്ന് പരിചയപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഈ ഹിമസാഗർ എക്സ്പ്രസ്സിൽ വന്ന എല്ലാ മലയാളികളും പല ഉദ്ദേശത്തോട് വന്ന യാത്ര ചെയ്യാൻ വന്നവരുണ്ട്, അതുപോലെ ഈ ഗെയിംസിന് വന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഈ ട്രെയിനിൽ വെച്ച് കമ്പനി ആയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആണ് പോകുന്നത്. ഇവർ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ഫോട്ടോ നമ്മളെ പഞ്ചാബി സാർ ഒന്നും കൂടി അങ്ങനെ നമ്മളെ ഹിമസാഗറിലെ ജമ്മുവിൽ കാല് കുത്തിയത് തന്നെ പൊളിച്ചു. ജലീൽ സാറും കുട്ടികളും പോവാണ്. വിജയ് ഭവ. അങ്ങനെ ജമ്മുവിലെ നമ്മളെ ഫസ്റ്റ് കാല് കുത്തലാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വെൽക്കം കിട്ടി. ഇനി നമുക്ക് നമ്മളെ ട്രെയിനിലെ ബാക്കി യാത്രക്കാരൊക്കെ എന്ത് തേങ്ങാന്നുള്ളത് നോക്കിക്കാണ്. ഇതാണ് ഞങ്ങൾക്ക് S6 ഞങ്ങൾക്ക് വേറൊരു പങ്കാളിയാണ്. ഇനി ഞങ്ങളെ സാധനങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വെള്ളക്കുപ്പി അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വേണ്ട, അത് കുറച്ച് പണിയാണ്. ഏതായാലും ഞങ്ങളുടെ ഇതുവരെയുള്ള യാത്ര കുറച്ച് ഈ വെള്ളക്കുപ്പി ഇട്ടാൽ മതി. ഓക്കെ, ആ വെള്ളം അതിലൊന്നുമില്ല, പക്ഷെ നമുക്കത് ഉപകാരപ്പെടും. നമ്മൾ വന്ന ഹിമസാഗർ എടുത്തു. ആൾക്കാർ അതാ ആശാന്റെ ഫോട്ടോ ഉണ്ട്. ആൾക്കാർ ഓടിക്കയറണൊക്കെ എത്ര സമയം ട്രെയിൻ ഉണ്ടായിട്ട്. ഹിമസാഗർ ഞാൻ പറഞ്ഞല്ലോ നല്ല വണ്ടിയാണ്, പക്ഷേ ഇത് പഴയ ബോഗിയാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ കയറിയത് തന്നെ 4 മണിക്കൂറോളം 3.25 മണിക്കൂർ വൈകിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തുന്നത് 8:30 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ ഒരു 12 മണിയായി. ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് 11:45 സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില സംഭവങ്ങൾ. അപ്പോൾ
ഇവിടെ തണുപ്പ് ഓവർ തണുപ്പില്ല. അപ്പം ഞങ്ങളുടെ വേറൊരു പാർട്ണർ കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 5 പേരാണ് ഈ യാത്രയിലുള്ളത്. അങ്ങനെ പിന്നെ അവൻ്റെ വൈഫും ഉണ്ട്. ഇവിടെ ഒരു ജാൻ അഹാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ഇവിടെ വേറൊരു സ്റ്റേഷനുണ്ട് ജമ്മു താവി. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം എന്നാണ്. ഇവിടെ പോലീസും ഇവരൊക്കെ നല്ല ഒരു സുരക്ഷ ഇതാണ്. എല്ലായിടത്തും പോലീസും സൈനികരൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ശരിക്കും ഒരു ഉത്തരേന്ത്യൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത് ഇവിടെ വന്നാൽ. സാധാരണ ഒരു ഇതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ സിം കാർഡ് വർക്ക് ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ പ്രീപെയ്ഡ് കാർഡൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ പോസ്റ്റ് പെയ്ഡ് കാർഡേ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ അത് ഏകദേശം കൊണ്ട് ജമ്മു കാശ്മീർ സംസ്ഥാനത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടേത് നോ സർവീസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ സിമ്മ് വിൽക്കാനായിട്ട് ആളുകളുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോസ്റ്റ് പെയ്ഡ് ഉണ്ടായതുകൊണ്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വിശാലമായ ഒരുപാട് പാർക്കിങ് ഇതാണ് ഇതിൻ്റെ മുമ്പ് തന്നെ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു നമ്മുടെ കേരളത്തിൻ്റെ കുട്ടികളതാ അവരുടെ വണ്ടി വന്നിട്ടുണ്ട്. അവർ പോവാണ്. ഞങ്ങളുടെ വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കയ്യിൽ മാത്രമാണ് ഫോണുള്ളത്. അല്ല, ഫോൺ വർക്ക് ചെയ്യുന്നത്. അവനാണ് ഇവരെ നമ്മളെ ഏജൻസിയുമായൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്. ഇനി അവരുടെ വണ്ടി അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ കണ്ടു. കുറച്ച് ദൂരം നടന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു. ഇതാണ് ടാക്സിക്കാരൻ. ലഗേജൊക്കെ വെച്ചു. ഷഫീക്ക് മുൻനിരയിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. ഇവിടുന്നാണ് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്.